ഈ അഭിഷേകം പോരാ. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി നിന്ന് നെബൂഖദ്നേസർ രാജാവ് ഉണ്ടാക്കിയ വിഗ്രഹത്തെ ആരാധിക്കാത്തതിന് പേരിൽ ശദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ ഈ 3 യുവാക്കളെ രാജാവ് അഗ്നിക്കുഴിയിലേക്ക് എറിഞ്ഞു. അവിടെ കിടന്നുകൊണ്ടും അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ പ്രിയമുള്ളവരെ, അവർക്കൊരു പോറല് പോലും ഏറ്റില്ല. അവരുടെ വസ്ത്രം കത്തിയില്ല, മുടി കരിഞ്ഞില്ല, ശരീരത്തിൽ പൊള്ളലേറ്റില്ല. സ്തുതിച്ചപ്പോൾ പിന്നാലെ അത്ഭുതം. ഒന്ന് ഹല്ലേലൂയ പറയൂ, ഹല്ലേലൂയ പറയൂ. ദാനിയേൽ പ്രതികൂല സാഹചര്യത്തിൽ ആ സിംഹക്കുഴിയിൽ കിടന്ന് ദൈവത്തെ സ്തുതിച്ചപ്പോൾ തൊട്ടു പിന്നാലെ അത്ഭുതം നടക്കുന്നു. സിംഹങ്ങൾ അവന്റെ കൂട്ടുകാരായി മാറുന്നു. അവരും ചേർന്ന്, സിംഹങ്ങളിൽ ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദാനിയേലിന് ഒന്നും സംഭവിച്ചില്ല. ഒന്ന് ഹല്ലേലൂയ പറയോ, ഹല്ലേലൂയ പറയോ. വിശുദ്ധ ബൈബിളിലെ ഏറ്റവും അഭിഷേകമുള്ള പ്രാർത്ഥനയാണ് ദൈവത്തിന് നന്ദി പറഞ്ഞുള്ള പ്രാർത്ഥന, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കും. കൈമുട്ടയ്ക്കങ്ങ് നിവർത്തിയിട്ട് ഇട്ടിവെട്ടുന്ന ശബ്ദത്തിലായിരിക്കണം. ഇട്ടിവെട്ടുന്ന ശബ്ദത്തിൽ എല്ലാം പൈശാചിക ശക്തിയും ഇവിടെ നിന്ന് വിട്ടുപോകണം. സാത്താന്റെ എല്ലാ കുട്ടില തന്ത്രങ്ങളും തകർക്കപ്പെടണം. 2 കരം ഉയർത്തിപ്പിടിച്ച് എല്ലാം മറന്ന് ഇട്ടിവെട്ടുന്ന ശബ്ദത്തില് സ്വരമുയർത്തി എന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗങ്ങളാകാം, തകർച്ചകളാകാം, പരാജയങ്ങളാകാം, ഇതെല്ലാം സന്ദർശിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ ജീവിതത്തില്, നിന്റെ കുടുംബത്തില്, നിന്റെ ശരീരത്തില് ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കട്ടെ. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കട്ടെ. അത്ഭുത രോഗശാന്തികൾ ഇവിടെ ഉണ്ടാകട്ടെ. രോഗികളുടെ വാടിൽ കിടക്കുന്ന രോഗികളുടെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് അവർ സൗഖ്യപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. സൗഖ്യപ്പെടുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. അല്പസമയം ഒന്നിരിക്കാം. വലത് കരം ഉയർത്തി പറയോ ഹല്ലേലൂയ. സ്വരത്തിൽ പറയോ ഹല്ലേലൂയ. ഉള്ളവരെ, ഉച്ചയ്ക്ക് ലഘുഭക്ഷണത്തിന് ശേഷം ഇവിടെ പുറകില് ഒരു മുറിയില് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് മധ്യസ്ഥം വഹിച്ചുള്ള പ്രാർത്ഥന നടക്കുന്നു. അവിടെ പോയിരുന്ന് ഏതാനും സമയം ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. കർത്താവെ, ആരാധന നടത്താൻ പോവുകയാണ്. നീ നൽകുന്ന സന്ദേശം അത് വെളിപ്പെടുത്തി തരണമേ. പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നൽകിയ തിരുവചന ഭാഗം ഇതാണ്. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. സമൂഹത്തിനുള്ള സന്ദേശം. പ്രഭാഷകൻ 38:9-10. മകനെ, നിനക്ക് രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. തെറ്റുകൾ തിരുത്തുക, നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വരിക, ഹൃദയത്തിൽ നിന്ന് പാപത്തെ കഴുകി കളയുക. ആ വചനം നമുക്കൊന്ന് ഏറ്റു പറഞ്ഞാലോ? വലത് കരം ഉയർത്തിപ്പിടിച്ച് ഏറ്റു പറഞ്ഞ്, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. മകനെ, നിനക്ക് രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. തെറ്റുകൾ തിരുത്തുക, നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വരിക, ഹൃദയത്തിൽ നിന്ന് പാപത്തെ കഴുകിക്കളയുക. ഹല്ലേലൂയ. ശ്രദ്ധിച്ച വചനം 9-ാം വചനം എന്ന്, മകനെ, നിനക്ക് രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. എന്ത് ചെയ്യണം? തെറ്റുകൾ തിരുത്തുക,
നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വരിക, ഹൃദയത്തിൽ നിന്ന് പാപത്തെ കഴുകിക്കളയുക. ഞാനിങ്ങനെ ചിന്തിച്ചവിടെ 10-ാം വചനം ആദ്യം എഴുതിയിട്ട് 9-ാമത് 2-ാമത് എഴുതുമ്പോൾ കുറച്ചൊരു അഭിഷേകം കിട്ടുന്നു. അപ്പോൾ വചനം എങ്ങനെ വായിക്കേണ്ടത്? തെറ്റുകൾ തിരുത്തുക, നേരായ മാർഗത്തിലേക്ക് തിരിച്ചു വരിക, ഹൃദയത്തിൽ നിന്ന് പാപത്തെ കഴുകിക്കളയുക. എന്നിട്ട് മകനെ, നിനക്ക് രോഗം വരുമ്പോൾ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ തന്നെ 107-ാം സങ്കീർത്തനത്തിൽ 17-ാമത്തെ തിരുവചനം അതെങ്ങനെയാണ്? പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് അവര് ചിലർ രോഗികളായി തീർന്നു, അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. ഒന്ന് ഹല്ലേലൂയ പറയൂ. നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ട് രോഗങ്ങൾ വരാമെന്ന് പറയുന്നത്. സഹോദരനെ, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, നമ്മുടെയൊക്കെ ജീവിതത്തില് പിള്ളേരെ വീഴ്ചകൾ നമുക്ക് സംഭവിക്കാറുണ്ട്, അബദ്ധങ്ങൾ വന്നുപെടാറുണ്ട്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാപം ചെയ്യാറുണ്ട്. നമ്മുടെ എല്ലാവരെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, വീഴ്ചകൾ സംഭവിക്കുന്നു, അബദ്ധങ്ങൾ ചെയ്തു കൂട്ടുന്നു, ആവർത്തിച്ച് വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അജ്ഞത കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചില പാപങ്ങൾ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീഴ്ചകൾ സംഭവിക്കാറുണ്ട്, അബദ്ധങ്ങൾ ചെയ്തു കൂട്ടാറുണ്ട്, അറിവില്ലായ്മ കൊണ്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, പ്രിയപ്പെട്ടവർ നമ്മെ നോക്കി പറയും, പോട്ടെ, സാരമില്ല, നിന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതല്ലേ. അതുപോലെ തന്നെ ആവർത്തിച്ച് വീണ്ടും വീണ്ടും പാപം ചെയ്യുമ്പോൾ